എല്ലാവർക്കും നമസ്കാരം. റെഡ് കാർ തിയറി എന്ന് പറയുന്നൊരു തിയറിയെ പറ്റി കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു തിയറിയാണ്. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു തിയറി ആയിട്ട് തോന്നി. റെഡ് കാർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയ ഇപ്പം ഇന്ന് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് റെഡ് കാറുകൾ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരു കാർ കണ്ടിരുന്നോ? എത്ര കാറ് ഉണ്ട് എന്ന് നിങ്ങൾ എണ്ണിയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കൂലേ, അയ്യോ റെഡ് കാർ കണ്ടോ അതോ കണ്ടില്ലേ, അത് എൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്ത് പോയോ, എന്താണ് എനിക്ക് ഓർമ്മയില്ല, പ്രൊബബിലി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ചിലപ്പോൾ എത്തുമായിരിക്കും. ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും, കാരണം ഉറപ്പില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഈ പറയുന്ന ചോദ്യം റെഡ് കാർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഓഫ് കോഴ്സ് ഒരു റെഡ് കാർ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതല്ലാതെ ഇതില്ലാത്ത റെഡ് കാർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പുറത്തേക്ക് തന്നെ ഇറങ്ങണമല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറയാണ്, നിങ്ങൾ ഓരോ റെഡ് കാർ കാണുമ്പോഴും ഞാൻ 100 രൂപ വെച്ച് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ് ആയില്ലേ അവിടെ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവെയർ ആവും. ഓക്കെ, റെഡ് കാർ ഇവിടെ എവിടെയെങ്കിലും പാസ് ചെയ്യുന്നുണ്ടോ, കാരണം റെഡ് കാർ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആൾ എനിക്ക് 100 രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവെയർ ആവാൻ തുടങ്ങും ആ റെഡ് കാറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ലക്ക് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയണത്. കാരണം വൺസ് നമ്മൾ അതിലേക്ക് അവെയർ ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കാണാനായിട്ട് തുടങ്ങും. നമ്മുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും ഈ ലക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ അവെയർ അല്ല. നമുക്ക് ചില ഐഡിയാസ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തിട്ടുണ്ടാവും, ഉറങ്ങുമ്പോഴോ നടക്കുമ്പോഴോ കുളിക്കുമ്പോഴോ എപ്പോഴെങ്കിലും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് റിജക്റ്റ് ചെയ്യും. കാരണം അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ അവെയർ ആവുന്നില്ല. നമ്മൾ ആ ഒരു റെഡ് കാർ എന്ന് പറഞ്ഞ സാധനം അത് അവെയർ ആവുമ്പോഴാണ് നമുക്ക് അത് കിട്ടുള്ളൂ, കണ്ണിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ പാസ് ചെയ്ത് പോകും. നമ്മൾ കാറുകൾ ഇഷ്ടംപോലെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ പാസ് ചെയ്തും ഫ്ലാഷ് ചെയ്തൊക്കെ പോകുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞ് അതിനെ തടഞ്ഞു വെച്ച് ആ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കാൻ തയ്യാറല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് പാസ് ചെയ്ത് പോകും. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടെയും നമ്മുടെ മനസ്സിൽ കൂടെ ഒക്കെ തെളിഞ്ഞു പോയിട്ടുണ്ടോ. ചിലപ്പോൾ കൃത്യമായി നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ടോ ഈ പറയുന്ന സാധനം നല്ലതാണ് എന്ന് പറയുന്നത്, നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ നോക്കാൻ തയ്യാറല്ല. നമ്മൾ പിന്നെയും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, എവിടെ നിന്നാണ് എനിക്ക് ഭാഗ്യം വരിക, എനിക്ക് ലോട്ടറി എടുക്കുമ്പോഴാണോ ഭാഗ്യം വരിക, അത് ചെയ്യുമ്പോഴാണോ ഭാഗ്യം വരിക എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. ഭാഗ്യം എന്ന് പറയുമ്പോൾ ലോട്ടറി എന്ന് പറയുന്ന കാര്യമാണ് നമുക്കെല്ലാവരും കൂടുതലായിട്ടും ഫസ്റ്റ് നമുക്ക് മനസ്സിലേക്ക് വരിക. പക്ഷെ ലോട്ടറി എടുക്കുന്നത് മാത്രമല്ലല്ലോ, ഒരു ബിസിനസ് ഐഡിയയും ഒരു എന്താ പറയുക ഭാഗ്യമാണ്. ബിസിനസ് ഐഡിയ, ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ലെവലിലേക്ക് എത്തുന്ന യൂണിവേഴ്സിന് അറിയാം. പക്ഷേ നിങ്ങളത് നോക്കാൻ തയ്യാറല്ലെങ്കിൽ യൂണിവേഴ്സ് ആ ഐഡിയ ഇത് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ മുമ്പിലേക്ക് വെക്കും. ആ ആള് അതിൽ സക്സസ് ആവുകയും ചെയ്യും, നിങ്ങൾ അതിൽ റിജക്റ്റ് ആവുകയും ചെയ്യും. ആരാണ് കാരണക്കാർ? നമ്മൾ തന്നെ അല്ലേ. നമ്മളാണ് ആ സാധനം റിജക്റ്റ് ചെയ്ത് പോണത്. കാരണം നമ്മൾ അവെയർ അല്ല. ലക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് വരില്ല. അതെന്തോ വലിയ കാര്യമായിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചു നടക്കാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സാധനമാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അന്വേഷിച്ച് നടക്കാതെ വരുന്ന സാധനം തന്നെയാണ്. പക്ഷേ അത് വരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ തിരിച്ചറിവ് എങ്ങനെ വരുത്തണം? അവെയർനെസ് ആവണം, അവെയർ ആവണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഈ റെഡ് കാർ തിയറി, റെഡ് കാർ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. ഇത് നമുക്ക് യെല്ലോ കാർ ആയാലും എന്ത് കാറായാലും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചിരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന. അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയും, റെഡ് മാരുതി കാറ് നമ്മൾ വഴി കൂടെ പോകുമ്പോൾ കാണുകയാണെങ്കിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്കൂൾ വിട്ട് ഇങ്ങനെ കുറച്ച് നടക്കാണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോക്കും റെഡ് മാരുതി കാർ വരുന്നുണ്ടോന്ന്. കാരണം അത് വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോൾ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ, ഒരു വിശ്വാസം. അത് നമ്മുടെ ഇടയിൽ ഫ്രണ്ട്സ് തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ട് ആ കാര്യം. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിവസം 2-3 റെഡ് മാരുതി കാർ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഭയങ്കര സന്തോഷമായി. കാരണം ഓക്കെ, ഈ തിയറി നല്ലതാണല്ലോ, ഇത് കറക്റ്റ് ആണല്ലോ എന്നുള്ളത് അന്ന് കുഞ്ഞിലെ ഞാനത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഇൻസ്റ്റാഗ്രാം കണ്ടപ്പോൾ ഈ ഒരു റെഡ് കാർ തിയറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിപ്പോയി. അന്ന് അതൊരു പപ്സിൻ്റെ രൂപത്തിലാണെങ്കിൽ ഇന്ന് എനിക്കറിയാം അതൊരു ലക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ തിരയേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ
ഇതൊരു കുഞ്ഞ് കാര്യമാണ്, പക്ഷേ അതിലുണ്ട് അത് പറയുന്ന റെഡ് കാർ തിയറി എന്ന് പറയുന്നതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് അല്ലേ. നമ്മുടെ ലക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന അവസരങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക, അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ തരാം. ദിസ് ഇസ് റോഷി മേനോൻ സൈനിങ് ഓഫ്.